സയ്യിദുന മൂസൽ കലീം അലൈഹിസ്സലാം BC 3000 ഈജിപ്തിൽ ദഅവത്തിന് വന്ന മഹാനായ പ്രവാചകൻ, ഇന്ന് ജെറൂസലേമിൻ്റെ അടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ നബിയുല്ലാഹി മൂസൽ കലീം അലൈഹിസ്സലാം ബനു ഇസ്രായേലുകളെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് കരമാർഗം ഒരു വഴിയുണ്ട്. സൂയസ് കടലിൻ്റെ സൈഡിലൂടെ, സൂയസ് ഉൾക്കടലിൻ്റെ കരയിലൂടെ സിനായിലേക്കൊരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് പോകേണ്ടതിന് പകരം രാത്രി വഴി തെറ്റിയിട്ട് അവരറിയാതെ കരയിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് കടലിൻ്റെ മുമ്പിൽ എത്തിപ്പെടുകയും ഫറോവയും അനുയായികളും മൂസ നബി അലൈഹിസ്സലാമിനെയും അനുയായികളെയും പിടിച്ചു കൊണ്ടുപോകാൻ കവാലറി അടക്കം കുതിരസംഘങ്ങളടക്കം അവരുടെ പിന്നാലെ ഓടി വരികയും ചെയ്തപ്പോൾ ഇന്നാ ലമുദ്റഖൂൻ, മൂസ നബിയെ ഞങ്ങൾ പിടിക്കപ്പെടുമല്ലോ എന്ന് ഇസ്രായേലുകൾ നിലവിളിച്ചു കരഞ്ഞ ഒരു നേരം, ഖാല കല്ലാ, ഒരിക്കലുമില്ല ഒരിക്കലുമില്ല, ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ അല്ലാഹു ഉണ്ട്, അവൻ എൻ്റെ കൈപിടിക്കും, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തും. കൂടെയുള്ള 12,000 ആളുകളിൽ ഒരാൾക്ക് പോലും ഒരു പ്രതീക്ഷ തോന്നിയില്ല. എല്ലാവരും പറഞ്ഞു ഖാലൂ ഇന്നാ ലമുദ്റഖൂൻ, ഞങ്ങൾ പിടിക്കപ്പെടുമല്ലോ എന്ന് പ്രതീക്ഷയില്ലാതെ പറയുമ്പോൾ പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാം പ്രതീക്ഷയുടെ വർത്തമാനമാണ് പറയുന്നത്. ഖല്ലാ, ഒരിക്കലുമില്ല, നമ്മൾ നഷ്ടപ്പെടില്ല, നമ്മൾ കുടുങ്ങിപ്പോവില്ല. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, അല്ലാഹു എനിക്ക് മാർഗദർശനം കാണിച്ചു തരും. കോവിഡ് വന്നു, അതിനിടയ്ക്ക് പൗരത്വ പ്രശ്നങ്ങൾ വന്നു, ഒച്ചപ്പാടുകളും ബഹളങ്ങളും വന്നു. പലരും പേടിച്ചു, വല്ലാണ്ട് പേടിച്ചു പോയി. ചിലർ പിന്നെ സ്ഥലമൊന്നും വാങ്ങണില്ല, വിൽക്കണില്ല, ഇനി എന്തിന്, ആർക്ക്? പക്ഷേ മുഅ്മിനീങ്ങൾ പിടിച്ചു നിന്നു. അള്ളാഹുവിൻ്റെ ഖളാ ഇവിടെ നടക്കുള്ളൂ. ആ ഒരു നേരത്താണ് കോവിഡിൻ്റെ പ്രശ്നം വരുന്നത്. നോക്കണേ, അള്ളാഹുവിൻ്റെ ഇടപെടൽ. വേറെ ഒരു നിലക്കും അതിനെ പിടിച്ചു കെട്ടാൻ ഒരു വഴി നമ്മുടെ മുമ്പിൽ നമ്മൾ കാണാത്തൊരു നേരം അള്ളാഹുവിൻ്റെ ഇടപെടൽ, റബ്ബാനിയായ ഇടപെടൽ ഉണ്ടായത് നമ്മൾ മറന്നുപോയോ? കല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിൽ ഖൈറുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അൽ ഖൈറു ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്തിൽ ഖിയാമത്ത് നാൾ വരെ നന്മയുണ്ട്. ആ പ്രതീക്ഷയിലാണ് നമ്മൾ എന്നും ജീവിക്കേണ്ടത്. അങ്ങനെയാണ് ഖിയാമത്ത് നാൾ വരെ. കുറച്ച് കുരുത്തക്കേടൊക്കെ എല്ലാ നാട്ടിലും ഉണ്ട്, എല്ലാ നാട്ടിലും ഉണ്ടാവും. അത്യാവശ്യം ആരോഗ്യവും കയ്യിൽ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ കുരുത്തക്കേട് ഉണ്ടാവും, അല്ലേ? അങ്ങനെ കുറേ കുരുത്തക്കേട് കളിച്ച് റിട്ടയർഡായ ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇവിടെ. അപ്പോൾ കുറച്ച് നേരം അന്ധമായി ജീവിക്കുന്നൊരു സമയമുണ്ട്, പിന്നെ അങ്ങ് കണ്ണു തുറക്കും, പിന്നെ അവർ തൗബ ചെയ്ത് മടങ്ങും. ആ നന്നാവൽ വലിയൊരു മാറ്റമായിരിക്കും. ആ മാറ്റത്തിൽ മുമ്പത്തെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം അവർക്ക് വീണ്ടെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങൾ പറയുമായിരുന്നു, ജാലിസു അത്തായിബീൻ, തൗബ ചെയ്ത് മടങ്ങി വന്ന ആളുകളുടെ കൂടെ നിങ്ങൾ പോയിരിക്കണം. മുമ്പ് കള്ളുകൂടിയനായിരുന്നു, മയക്കുമരുന്നിന്റെ ഡീലറായിരുന്നു, ഇപ്പൊ അവൻ നല്ല ഒന്നാന്തരം മുത്തഖിയായ ആബിദാണ്. അത്തരം ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കണം, അവരെ നിങ്ങൾ അകറ്റി നിർത്തരുത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ലേ എന്ന് പറയരുത്. എന്തേ കാരണം എന്നറിയോ? കാരണം അവരുടെ ഹൃദയം വളരെ ലോലമാണ്, അവരുടെ ഹൃദയം വളരെ ലോലമാണ്. അവരുടെ ഹൃദയങ്ങൾ വളരെ മൃദുവായിരിക്കും, അവർ പെട്ടെന്ന് കരയും. അവർക്കിനി ഒരിക്കലും തിന്മയിലേക്ക് പോവണ്ട, കാരണം അതിൻ്റെ മധുരവും കയ്പുമൊക്കെ അവർ അറിഞ്ഞവരാണ്. അതുകൊണ്ട് തിന്മകൾ ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വലിയ ഒരു നല്ല ഭാവിയുടെ സൂചനകളായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തിന്മ ചെയ്ത് നടക്കുന്നവരെ ഒരിക്കലും സ്റ്റാമ്പ് കുത്തി നരകത്തിലേക്കുള്ളവരാണെന്ന് നമ്മൾ ആർക്കും പറയാൻ അധികാരമില്ല. നമുക്ക് നമ്മളെ സംബന്ധിച്ചു പോലും വിധി പറയാൻ കഴിയാത്തവരാണ് നമ്മൾ. അതുകൊണ്ട് ആരും ആരെപ്പറ്റിയും അവര് മോശപ്പെട്ടവരാണ്, നന്നാവില്ല എന്ന് പറയല്ലേ. വയുഅ്ജിബുനിൽ ഫഅൽ, പുണ്യ നബി തങ്ങൾക്ക് നല്ലത് കേൾക്കാനായിരുന്നു ഇഷ്ടം. രക്ഷപ്പെടും, വിജയം വരും, നമ്മൾ രക്ഷപ്പെടും, അള്ളാഹുവിന്റെ സഹായം വരും.
പടച്ചവൻ നമ്മളെ കൈവടിയില്ല. രോഗം ശിഫയാകും, അള്ളാഹു സലാമത്ത് നൽകും, അള്ളാഹു ആഫിയത്ത് നൽകും, ദാരിദ്ര്യം തീരും. നമ്മൾ എന്തിനെ കുറിച്ചൊക്കെയാണോ വേവലാതിപ്പെട്ട് കൊണ്ടിരിക്കുന്നത്, വീടായിരിക്കാം, മക്കളുടെ കല്യാണമായിരിക്കാം, അവരുടെ വിദ്യാഭ്യാസമായിരിക്കാം, നമ്മൾ ആഗ്രഹിക്കുന്നതിലും ഖൈറായത് അള്ളാഹു എനിക്കും എൻ്റെ മക്കൾക്കും തരും എന്ന് തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് വിശ്വസിക്കണം. ഫഅൽ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ് എന്ന് പഠിപ്പിച്ച മതമാണിത്. ഇങ്ങനെ ശുഭാപ്തി വിശ്വാസം ഖൽബിന്റെ ഒരു ഇബാദത്താണ്. എല്ലാം നല്ലതായിട്ട് വരും, എല്ലാം ശരിയാവും, എല്ലാം റാഹത്തിലാകും എന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നത് പോലും ഹൃദയത്തിൻ്റെ ഒരു ആരാധനയാണത്രേ. പടച്ചോനെ, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാ വേണ്ടത്. അല്ല എല്ലാം കുഴപ്പമായി, ഇനി ഒന്നും ശരിയാവൂല, ആകെ തകിടം മറിഞ്ഞു, ഇനി ഒരു കാര്യമില്ല, കാലൊക്കെ തീർന്നു, ഇനി ഖിയാമത്ത് നാളാണ്, നാളെ മറ്റന്നാൾ വരാൻ പോണത്, ഇങ്ങനെ നമുക്കാർക്കും പറയാൻ പറ്റില്ല. ഖതീബുൽ ബഗ്ദാദി മുജദ്ദിദീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു മഹാനോട് ഒരു കിതാബുണ്ട്. അതിൽ 8-ാം നൂറ്റാണ്ടെത്തിയപ്പോൾ, ഇപ്പൊ നമ്മൾ ഹിജ്റ കലണ്ടർ പ്രകാരം 15-ാം നൂറ്റാണ്ടിലാണ്. 8-ാമത്തെ നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഒന്നുകിൽ ഇമാം മഹദിയാണ്, അല്ലെങ്കിൽ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമാണ് എന്ന് മഹാനായ ഇമാം ഖതീബുൽ ബഗ്ദാദി എന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചു. അത് ശരിയായിരുന്നില്ല എന്ന് ഇപ്പൊ മനസ്സിലായി. വല്ലന്നു, ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാൻ പറഞ്ഞു കേട്ടോ. വല്ലന്നു സാമിനുൽ മഹ്ദിയു അവിൽ മസീഹുൽ മുഹ്തദി. എന്റെ അഭിപ്രായ പ്രകാരം ഇനി 8-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ്, 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, 2-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഇമാമുന ശാഫിഈ തങ്ങൾ, അങ്ങനെ മുജദ്ദിദീങ്ങളുടെ ഒരു സിൽസിലയുണ്ട്, ഒരു വഴിയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് മഹാൻ 8-ാം നൂറ്റാണ്ടുകാരനാണ്. മഹാന്മാർ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന മുജദ്ദിദ് ആരാണ്? ഇമാം മഹ്ദിയാണ്. ഖിയാമത്ത് നാളായിട്ടുണ്ട് എന്ന് അവർക്കന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 7 നൂറ്റാണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇത് എപ്പോൾ സംഭവിക്കും നമുക്കാർക്കും അറിയില്ല. അൽ ഗൈബ് ഇൻദല്ലാഹ്, പടച്ചവൻ മാത്രം അറിയുന്നൊരു വിഷയമാണ് എന്നാണ് ഖിയാമത്ത് നാൾ. ലോകമഹായുദ്ധങ്ങൾ 2 കഴിഞ്ഞിപ്പോൾ, 3 ആവാം, ഇനി 5 10 ഒക്കെ ആവാം, നമുക്കറിയില്ല എന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന്. അതുകൊണ്ട് എനിക്ക് ശുഭാപ്തി വിശ്വാസം ഇഷ്ടമാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിരാശാജനകമായ സന്ദർഭങ്ങളിലാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പ്രതീക്ഷ നൽകിയത്. ഖന്തഖ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ സ്വഹാബികളെ കൊണ്ട് പൊട്ടിക്കാൻ കഴിയാത്ത ഒരു പാറക്കല്ല് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ പുണ്യമായ കൈകൊണ്ട് ആ ഒരു ഹാമർ എടുക്കുകയും വലിയൊരു പാറയിൽ നിബിതങ്ങൾ അവിടുത്തെ കൈകൊണ്ട് ബിസ്മില്ലാഹ് എന്ന് ചൊല്ലി ഹബീബായ തങ്ങൾ പാറയിൽ അടിക്കുകയും ചെയ്തു 3 തവണ. ആ വലിയ പാറ ഒരു മണൽ കൂനയായി മാറി എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. സ്വഹാബികളിൽ 25ഓളം ആളുകൾ ഒരുമിച്ച് അടിച്ചിട്ടും പൊട്ടാത്ത ഒരു പാറക്കല്ല് അഷ്റഫുൽ ഖൽഖിന്റെ മുഅ്ജിസത്ത് പ്രകാരം പുണ്യനബി തങ്ങൾ മെല്ലെ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ ആ പാറയിൽ അടിച്ചപ്പോൾ ആ ഓരോ അടിയിലും മിന്നൽ പിണർ പോലെ പ്രകാശം കടന്നു പോകുന്നത് സ്വഹാബിമാർ കണ്ടു. അവര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങടിച്ച ഓരോ അടിയുടെ കൂടെയും ഞങ്ങൾ ലംആനൻ, ഞങ്ങൾ മിന്നൽ പിണർ പോലെ പ്രകാശം സ്ഫുരിക്കുന്നത് കണ്ടുവല്ലോ നബിയെ. എന്തായിരുന്നു അത്? ചോദ്യം നടക്കുന്ന സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം. മദീന ഒരു കൊച്ചു നാടായിരുന്നു അന്ന്. മദീന ഒരു ചെറിയ നാടാണ് എന്ന് പറഞ്ഞാൽ ജന്നത്തുൽ ബഖീ. മദീനത്ത് പോയവരൊക്കെ ഒന്ന് കൈപൊക്കിയട്ടെ. അത്രേ ഉള്ളൂ. ഒന്നുകൂടെ മാഷാ അല്ലാഹ്. അല്ലാഹു ഹബീബിന്റെ ചാരത്തണയാനും പലതവണ സിയാറത്തിനെത്താനും ഹജ്ജും ഉംറയും ധാരാളം നിർവഹിക്കാനും ഹറമൈനുകളിൽ ഇബാദത്തിലിരിക്കാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റബ്ബേ. ആമീൻ ആമീൻ പറഞ്ഞോളി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. നമ്മൾ വിചാരിക്കും അത്രയൊന്നും വേണ്ട ഉസ്താദ്, എനിക്ക് ഒരു പോക്ക് പോയാൽ മതിയേന്. അങ്ങനെയല്ല, കുറേ വട്ടം പോകണം തന്നെ ആഗ്രഹിക്കും.
അള്ളാഹുവിനോട് സ്വർഗം മതി എന്ന് മാത്രമല്ല പറയേണ്ടത്, അള്ളാഹുവേ എനിക്ക് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലെത്താൻ സാധിക്കണം. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ചെറുതാക്കരുത്, വലിയ ചോദ്യം തന്നെ ചോദിച്ചോളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുറേ തവണ ഹജ്ജ് ഉംറ മരിക്കണവരെ ആയിഷല്ലാഹ് കൂട്ടിത്തരാൻ എന്തായിരുന്നോളി ഇൻഷാ അല്ലാഹ്. മദീന കൊച്ചു നഗരമാണ്. മദീനയുടെ ജന്നത്തുൽ ബഖീഅ നിങ്ങൾ പോയിട്ടില്ലേ? ആ ജന്നത്തുൽ ബഖീഇന്റെ ഏകദേശം മധ്യഭാഗത്തൊരു ഖബറുണ്ട്. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. ജന്നത്തുൽ ബഖീഇന്റെ മാപ്പ് അറിയുന്ന ഉസ്താദുമാർ പറഞ്ഞുതരും, അത് ഉസ്മാൻ തങ്ങളാണ്. ആ കെട്ടിന്റെ ഉള്ളിലുള്ള ഉസ്മാൻ തങ്ങളാണ്. ഉസ്മാൻ തങ്ങൾ വഫാത്താകുന്നത്, മഹാനവറുകൾ ഷഹീദാണല്ലോ. മഹാനവറുകളെ അന്നത്തെ രാഷ്ട്രീയ വൈരാഗ്യക്കാർ കൊല ചെയ്യുകയായിരുന്നു. മഹാൻ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ, സൂറത്തുൽ അറാഫ് ഓതിക്കൊണ്ടിരിക്കെയാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖുർആൻ ഓതുന്ന നേരം സൂറത്തുൽ അറാഫ് ആവണം. മഹാനവറുകളുടെ രക്തം പുരണ്ട ഖുർആൻ ഇന്ന് താഷ്കന്റ് മ്യൂസിയത്തിലുണ്ട്. യുനെസ്കോ അടയാളപ്പെടുത്തിയത്. ഇതിന് 1400 കൊല്ലം പഴക്കമുണ്ട് എന്ന് സ്റ്റാമ്പ് ചെയ്ത് യുനെസ്കോ അടയാളപ്പെടുത്തിയ ലോകത്തെ ഏറ്റവും അതിപുരാതനമായ ഖുർആനിന്റെ കോപ്പിയുള്ളത് താഷ്കന്റിലാണ്, ഉസ്ബെക്കിസ്ഥാനിന്റെ ക്യാപിറ്റലിൽ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് രാഷ്ട്രീയ വൈരാഗ്യമുള്ള ആളുകൾ മഹാനവറുകളെ മദീനയിൽ മറവു ചെയ്യാൻ സമ്മതിച്ചില്ല എന്നും, മദീനക്ക് പുറത്ത് ജന്നത്തുൽ ബഖീഇന്റെ പുറത്താണ് മഹാനവറുകളെ മറവു ചെയ്തത് എന്നുമാണ് ചരിത്രം. അങ്ങനെയാണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കിടക്കുന്ന ആ സ്ഥലം പഴയ മദീനയുടെ പുറമാണ്, മദീനക്ക് പുറത്താണത്. അപ്പൊ എത്ര ചെറിയ നാടായിരുന്നു മദീന എന്ന് ആലോചിച്ചു. ഇപ്പോൾ വലിയ നഗരമാണ്. എയർപോർട്ടും മെട്രോ ട്രെയിനും സംവിധാനങ്ങളൊക്കെയുള്ളൊരു നഗരമാണ്. അന്ന് ജന്നത്തുൽ ബഖീഇന്റെ ഈ പകുതി മദീനക്ക് പുറത്താണ്. ഉസ്മാൻ തങ്ങൾ അവരെ മദീനയിൽ മറവ് ചെയ്യാൻ വിട്ടില്ല എന്നാണ് ചരിത്രം. മദീനയുടെ പുറത്ത് നായകളും കുറുക്കന്മാരും ഓരിയിടുമായിരുന്ന കുറ്റിക്കാടിനുള്ളിലാണ് മഹാനവറുകളെ മറവ് ചെയ്തത് എന്ന് ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. ആ കൊച്ചു മദീന അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു നേരം മദീനക്ക് വേണ്ടി സുരക്ഷിതമായും മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി ഹബീബായ തങ്ങളും സ്വഹാബികളും അവരൊരുമിച്ച് ചെയ്ത കടുത്ത ത്യാഗമായിരുന്നു ഖന്ദഖ് എന്ന് പറയുന്ന കിടങ്ങുണ്ടാക്കിയത്. നബിയെ, അങ്ങയുടെ ഓരോ അടിയുടെ കൂടെയും ഞങ്ങൾ കണ്ട മിന്നൽ പിണറിന്റെ ഉദ്ദേശം എന്താണ്? അതെന്തായിരുന്നു നബിയെ? ചെറിയ ഒരു കൊട്ടിലൊന്നും അങ്ങനെ വലിയൊരു പ്രകാശം പുറപ്പെടേണ്ടതില്ലല്ലോ. ചെറിയൊരു പൊട്ടിടെ ഉണ്ടാവോ? വലിയൊരു കൊട്ടൊക്കെ ആണെങ്കിലൊക്കെ ഒരു ചെറിയ സ്പാർക്കൊക്കെ കണ്ടെന്ന് വരും അല്ലേ? അവിടുന്ന് വളരെ മെല്ലെ ബിസ്മില്ലാഹി എന്ന് ചൊല്ലി പുണ്യനബി തങ്ങൾ ഹംറ കൊണ്ട് പാറയിൽ കൊട്ടുന്നിടത്ത് 3 മിന്നൽ പിണറുകൾ ഉണ്ടായതിനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാഖ്യാനിച്ചത് നമ്മുടെ സുഹാഹുകളിൽ കാണാം. സുഹാബികളെ, ഒന്നാമത്തെ മിന്നൽ പിണറിന്റെ പ്രകാശത്തിൽ ഉരീതു ഖുസൂറർ റൂം, റോമൻ കോട്ടകളും കൊത്തളങ്ങളും റോമൻ അധികാര കേന്ദ്രങ്ങളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. റോമിലേക്ക്, അതായത് ഇന്നത്തെ തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇസ്തംബൂൾ, അത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്നത്തെ യൂറോപ്യൻ ഭരണകൂടത്തെയാണ് റോം സാമ്രാജ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ ഇറ്റലിയിലെ റോമല്ല, അതിന് റൂമിയ എന്നാണ് അറബിയിൽ പറയാ. റൂം എന്ന് പറഞ്ഞാൽ തുർക്കിയിലെ ഇസ്തംബൂൾ ആസ്ഥാനമായുള്ള അന്നത്തെ ഭരണകേന്ദ്രമാണ്. അവിടുത്തെ കോട്ടക്കൊത്തളങ്ങളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. അവകൾ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുമെന്നാണ് അള്ളാഹു എനിക്ക് നൽകുന്ന ശുഭസൂചന എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നത്. മദീന എന്ന കൊച്ചുനാടിനെ പോലും സംരക്ഷിക്കാൻ പെടാപാടുപെടുന്ന നേരത്ത്, ചെറിയ നാട് മദീന, അത് സുരക്ഷിതമാക്കാൻ കിടങ്ങ് കുഴിക്കുന്ന നേരത്താണ് റോമൻ കോട്ടകൾ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരും. പിന്നെ പറഞ്ഞു, ഷാമിന്റെ കോട്ടക്കൊത്തളങ്ങളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. ഇന്നത്തെ ഫലസ്തീനും സിറിയയും ജോർഡാനും ലെബനോനും അടങ്ങുന്ന പ്രദേശങ്ങളാണത്. ആ പ്രദേശങ്ങൾ ഇസ്ലാമിന്റെ വഴിയിലേക്ക് വരും.
പിന്നെ പറഞ്ഞു, പേർഷ്യയുടെ കോട്ടകളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. മൂന്നാമത്തെ മിന്നൽ പിണറിൽ അന്നത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഇറാനിയൻ ശക്തി, പേർഷ്യൻ ശക്തി എന്ന് പറയുന്നത്. ആ സാമ്രാജ്യം മുഴുവനും ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുമെന്ന് ഹബീബായ നബി തങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ സ്വഹാബികളോട് പറയുന്നത് മദീന എന്ന കൊച്ചുനാടിനെ, ഈ ഒരു രാമന്തളിയുടെ അത്ര പോലും വലുപ്പമില്ലാതിരുന്ന മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി കിടങ്ങ് കുഴിക്കുന്ന നേരത്താണ് ലോകത്ത് അന്ന് തലയെടുപ്പുള്ള സാമ്രാജ്യങ്ങളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പുണ്യനബി തങ്ങൾ പറയുന്നത്, ഇസ്ലാം ഇവിടേക്കെല്ലാം സമാധാനത്തോടെ പ്രചരിക്കും, അന്തസ്സോടെ നമ്മൾ അവിടങ്ങളിൽ കയറി ചെല്ലും, ദീനിന്റെ പ്രഭയും ശബ്ദവും വെളിച്ചവും അവിടങ്ങളിലേക്ക് എത്തും എന്ന് ഈ ഉമ്മത്തിന് നബി തങ്ങൾ പ്രതീക്ഷ നൽകുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധികൾക്കിടയിലായിരുന്നു. അതുകൊണ്ടാണ് വയുഅ്ജിബുനി അൽഫഅൽ, ശുഭാപ്തി വിശ്വാസം, നല്ലത് വരും, വിജയം വരും, അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാനാണ് എനിക്കിഷ്ടം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. നിരാശ പറയുന്ന ആളുകൾ ജനങ്ങളിൽ ഒരുപാടുണ്ടാകും, നിരാശപ്പെടുത്തുന്നവരുണ്ടാകും. ഈ ഉമ്മത്തിന്റെ ഖൈറുകൾ തീർന്നുപോയി എന്ന് പറയുന്നവർ, ഒരാലിമ മരിച്ചുപോയാൽ പിന്നെ ലോകം തീർന്നു എന്ന് പറയുന്നവർ, ഒരു നേതാവിന്റെ വിയോഗം സംഭവിച്ചാൽ ഈ ഉമ്മത്തിന് ഇനി ആരുമില്ല എന്ന് പറയുന്നവർ, അങ്ങനെയല്ല. ഓരോ നൂറ്റാണ്ടിലും ഈ ദീനിന് ഉണർവ് നൽകാൻ കഴിയുന്ന ആളുകളെ, ഓരോരോ വിഷയത്തിലും ഉണർവ് നൽകുന്ന എത്രയോ മുജദ്ദിദുമാർ അലാ റഅസി മിഅതി കുല്ലി സനത്തിൻ അല്ലാഹു പറഞ്ഞേക്കും മൻ യുജദ്ദിദു ലഹാ ദീനഹാ. ഓരോ കാലഘട്ടങ്ങൾക്കും അവരുടെ ദീനിന് അനുചിതമായ ഉണർവ് നൽകാൻ കഴിയുന്ന ആളുകൾ. ദഅവത്തിന്റെ രംഗത്ത് വരുന്ന മുജദ്ദിദുകളുണ്ട്, ഫിഖ്ഹിൽ വരുന്ന മുജദ്ദിദുകളുണ്ട്, തഫ്സീറിൽ വരുന്ന മുജദ്ദിദുകളുണ്ട്, തസ്കിയത്തിൽ വരുന്ന മുജദ്ദിദുകളുണ്ട്, ആലമുൽ മഅരിഫത്തിൽ അല്ലാഹുവിന്റെ മുജദ്ദിദുകൾ വരാനുണ്ട്. ഇങ്ങനെ ദീനിന്റെ ഓരോരോ വിഷയങ്ങളിൽ ഈ ഉമ്മത്തിന് അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ ചെയ്യുന്നതിൽ മുജദ്ദിദുമാർ, ഇങ്ങനെ ഓരോരോ വിഷയങ്ങളിൽ മുജദ്ദിദുമാർ ഓരോ 100 കൊല്ലം കഴിയുമ്പോഴും ഉമ്മത്തിന് വരാനുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു